നെക്സ്റ്റ് ലാബ് ഈസ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഇത് ലാബ് 3 ആണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ലാബാണ്. ഓൾറെഡി നമുക്ക് ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് ഇതെന്താണെന്നൊക്കെ അറിയാം. ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കുന്നത് അത് മാത്രമേ ഇവിടെ ചെയ്യാനായിട്ടുള്ളൂ. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻസ് ആൻഡ് ഫൈൻഡ് ദെയർ ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻസിൻ്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കുക. x² - 6x + 7 ടൈപ്പ് ചെയ്യുക. x² - 6x + 7. അതിൻ്റെ ഡൊമെയിൻ ഇതുപോലെ പെർപെൻഡിക്കുലർ ലൈൻ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ 3 എന്ന് പറയുന്ന എക്സ് ആക്സിസിലുള്ള ആൾക്കാരാണ് ഡൊമെയിനിൽ വരുന്നത്, വൈ ആക്സിസിലുള്ള ആൾക്കാരാണ് റേഞ്ചിൽ വരുന്നത്. എക്സ് ആക്സിസിൽ എല്ലാവരും വരില്ല. ആരാണ് വരുന്നത് എന്നറിയാൻ ഇപ്പോൾ 3 എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിസിൽ അത് ഡൊമെയിനിൽ ഉണ്ടോ എന്നറിയാൻ 3ൽ ലൈൻ വെച്ചാൽ അത് ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 4ൽ വെക്കുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3ഉം 4ഉം ഡൊമെയിനിൽ വരും. 3യുടെ 4 ഇടയ്ക്കെല്ലാം ഉള്ള പോയിന്റ്സിൽ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ 2ലും 5ലും ഒക്കെ 5ൽ വെച്ചാൽ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇനി നമുക്കറിയാം ഈ ഫിഗർ ഇങ്ങനെ സൈഡിലേക്കും ഈ ഓറഞ്ച് ഫിഗർ 2 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ 8ൽ വെച്ചാലും അങ്ങ് മേളിൽ എവിടെയോ അത് ടച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ പോയിന്റ്സിലും ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഡൊമെയിൻ ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് പോയിന്റ്സ് ഉണ്ടോ എന്നറിയാനായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. സൂമിങ് ചെയ്യുക. കണ്ട 2.5 ഒക്കെ ഡൊമെയിനിൽ വരും. ഇതിനിടയ്ക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. അതുപോലെ റേഞ്ച് കണ്ടുപിടിക്കാൻ വൈ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ -4 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഗ്രാഫ് മേളിലേക്കാണ് പോകുന്നത്. എവിടെ തൊട്ടേ ടച്ച് ചെയ്ത് തുടങ്ങുന്നുള്ളൂ? -2 മുതലേ നമ്മുടെ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ വൈ ആക്സിസിൽ -2 മുതൽ അങ്ങ് മേളിൽ ഇൻഫിനിറ്റി വരെയുള്ള ആൾക്കാരിൽ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഞ്ച് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ -2 to ഇൻഫിനിറ്റി. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഡൊമെയിൻ ഈസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, റേഞ്ച് -2 to ഇൻഫിനിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ എക്സ് മൈനസ്, ഇത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ്, ഫുൾ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫ്ലോർ എക്സ് ആണ്. നമുക്കറിയാം എക്സ് മൈനസ് ഫ്ലോർ എക്സ് ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് എക്സ് മൈനസ് ഫ്ലോർ എക്സ്, ബ്രാക്കറ്റിൽ എക്സ്, ഫ്ലോർ എക്സ്. ഇതാണ് ഫംഗ്ഷൻ. നമുക്ക് ഒറ്റ പേജിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലൈൻ എടുത്തു, അത് എക്സ് ആക്സിസിൽ വെച്ചു. എക്സ് ആക്സിസിൽ വെക്കുമ്പോൾ 0യിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്, 1ൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്, 0യുടെ 1ന് ഇടയ്ക്കുള്ള പോയിന്റ്സിലെല്ലാം ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഡൊമെയിനിൽ വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും ഡൊമെയിനിൽ വരും. അപ്പം ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അതേസമയം റേഞ്ച് എന്ന് പറയുന്നത് -3ലും -2ലും ഒന്നും ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല. എവിടെ തൊട്ടേ ഉള്ളൂ? 0 മുതൽ 1 വരെ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 0 to 1 ആണ് നമ്മുടെ റേഞ്ച്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലത്തെ ഫങ്ഷൻസിൻ്റെ കേസിൽ, ഈ ബ്രഷ് പോലെ വരുന്ന ഫങ്ഷൻസിൻ്റെ കേസിൽ ക്ലോസ്ഡ് 0 എടുക്കാം, പക്ഷേ 1 ഓപ്പൺ 1 എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി 1 ഓപ്പൺ 1 എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എക്സ് മൈനസ് ഫ്ലോർ എക്സ് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ ഇപ്പം x² എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. x² അകത്ത് 1 ഇട്ട് കൊടുത്താൽ ഔട്ട്പുട്ടായിട്ട് 1ൻ്റെ സ്ക്വയർ 1 തന്നെ കിട്ടും. 2 ഇട്ട് കൊടുത്താൽ 2ൻ്റെ സ്ക്വയർ 4 ആണ് കിട്ടുന്നത്. നമുക്കറിയാം 3യുടെ സ്ക്വയർ 9 ആണ് കിട്ടുന്നത്. അതായത് ഇൻപുട്ട് ചെയ്യുന്ന ആളുടെ സ്ക്വയർ ആണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻപുട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആരാണ് പുറത്തേക്ക് വരുന്നത്? അപ്പം നമ്മൾ നമ്പർ ലൈൻ വെച്ച് നോക്കാം. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ 0 ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ 0 മൈനസ് ഫ്ലോറും 0 ആണ് വരുന്നത്. അപ്പോൾ 0 - 0 0 കിട്ടും. അപ്പോൾ 0 റേഞ്ചിൽ വന്നു. ഇമേജ് ആയിട്ട് ഔട്ട്പുട്ട് ഇവരാണ് റേഞ്ചിൽ വരുന്ന ആൾക്കാർ. ഔട്ട്പുട്ടായിട്ട് വരുന്നവരാണ് റേഞ്ച്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് 0 വന്നു. 0 അപ്പോൾ റേഞ്ചിൽ വന്നു.
ഇനി ഞാൻ 1 ഇട്ട് കൊടുക്കുകയാണ്. 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 മൈനസ് ഫ്ലോർ ഫങ്ഷൻ ഓഫ് 1 എന്ന് പറയുന്നത് 1 മൈനസ് 1 തന്നെയാണ്. 1 മൈനസ് 1 0. അപ്പോൾ ഇവരെല്ലാം ഇൻറ്റിജേഴ്സ് എല്ലാം 1ൻ്റെ ഇമേജ് ആയിട്ട് വരുന്നതും 0. 0യുടെ ഇമേജ് 0 കിട്ടി, 1ൻ്റെ ഇമേജും 0 കിട്ടി. ഇനി 2 ഇട്ട് കൊടുത്താൽ 2 മൈനസ് ഫ്ലോർ ഓഫ് 2 എന്ന് പറയുന്നത് 2 തന്നെയാണ്. അല്ല, ഫ്ലോർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നമ്പർ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ ആ നമ്പർ ഇൻറ്റിജർ ആണെങ്കിൽ ആ നമ്പർ തന്നെയാണ് ഫ്ലോറിൽ പുറത്തേക്ക് വരിക. ഒരു നമ്പർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇൻറ്റിജർ ആണെങ്കിൽ ആ നമ്പർ തന്നെ പുറത്തേക്ക് വരും. അതായത് -1 -2 1 0 2 3 ഒക്കെ ഇട്ട് കൊടുത്താൽ ഫ്ലോറിൻ്റെ പുറത്തേക്ക് വരുന്നത് അയാൾ തന്നെ ആയിരിക്കും. അതേസമയം ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഇപ്പോൾ 0.5 0.6 ഒക്കെ ഇട്ട് കൊടുത്താൽ 0 ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. 1.5 1.6 ഒക്കെ ഇട്ട് കൊടുത്താൽ 1 ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. 2.5 2.36 ഒക്കെ ഇട്ട് കൊടുത്താൽ 2 ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതാണ് ഫ്ലോർ ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇൻറ്റിജർ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്താൽ ആ വാല്യൂ മൈനസ് ആ വാല്യൂ വരുമ്പോൾ എക്സ് മൈനസ് ഫ്ലോർ എക്സിൻ്റെ ഔട്ട്പുട്ട് എല്ലാം 0 ആയിട്ട് മാറും. അപ്പോൾ 0 ഉറപ്പായിട്ടും റേഞ്ചിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 എടുക്കാം. ഇനി ഇൻറ്റിജേഴ്സ് അല്ലാതെ ഉള്ളത് ഡെസിമൽ നമ്പേഴ്സാണ്. ഇപ്പോൾ 1.5 ഒക്കെ പോലെയുള്ള ഡെസിമൽ നമ്പേഴ്സ് 1.5 ഇട്ട് കൊടുത്താൽ 1.5 വരും മൈനസ് 1.5ൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് 1.5 മൈനസ് 1.5ൻ്റെ തൊട്ട് മുൻപുള്ള നമ്പർ 1 ആണ്. അപ്പോൾ അതൊരു ഡെസിമൽ നമ്പറിലേക്കേ പോവുള്ളൂ. അതായത് നമ്മൾ ഇൻറ്റിജേഴ്സ് ഇട്ട് കൊടുത്താൽ ഇൻറ്റിജേഴ്സിൻ്റെ ഔട്ട്പുട്ട് 0യിലേക്ക് പോകും. ഇൻറ്റിജേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഡെസിമൽ നമ്പേഴ്സ് എടുത്താൽ ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ കിടക്കുന്ന ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡെസിമൽ നമ്പറും വരും, ഇത് ഒരു ഇൻറ്റിജർ വാല്യൂ വരും. ഡെസിമലിൻ്റെയും ഇൻറ്റിജർ വാല്യൂൻ്റെയും കൂടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡെസിമൽ നമ്പർ ആയിരിക്കും. ഒരിക്കലും അത് 1ലേക്ക് എത്തുകയില്ല. അപ്പം നമുക്കെന്ത് പറയാം, ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഓപ്പൺ 1 1ൻ്റെ തൊട്ട് താഴെ വരെ ഓപ്പൺ 1 1ൻ്റെ തൊട്ട് താഴെ വരെ എത്തും, പക്ഷേ 1ൽ എത്തുകയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലെ കൺസെപ്റ്റ്. പക്ഷേ അല്ലാതെ നമുക്ക് ഇതിങ്ങനെ ഓർത്ത് വെക്കാനായിട്ടും പറ്റും. ഇനി ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: 3x മൈനസ് 3 ഫ്ലോർ എക്സിൻ്റെ ഡൊമെയിനും റേഞ്ചും. 3x മൈനസ് അതേറെ ഫങ്ഷൻ എന്ന് നമുക്ക് നോക്കാം. 3x മൈനസ് 3 ഫ്ലോർ എക്സ് 3x മൈനസ് 3 ഫ്ലോർ എക്സിൻ്റെ വരുന്നത് ഇങ്ങനെയാണ്. അത് ബ്രഷ് 3യിൽ വന്ന് നിൽക്കും. എക്സ് മൈനസ് ഫ്ലോർ എക്സിൻ്റെ 1 വരെയാണെങ്കിൽ 3x മൈനസ് 3 ഫ്ലോർ എക്സിൻ്റെ 3 വരെ വന്ന് നിൽക്കും. അപ്പോൾ ഇവിടെ ഡൊമെയിൻ വരുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് വരുന്നത് 0 to 3 ആണ്. അപ്പോൾ ക്ലോസ്ഡ് 0 ഓപ്പൺ 3 ആയിരിക്കും അവിടെ ആൻസർ വരുന്നത്. നമുക്ക് ക്ലോസ്ഡ് 0 ഓപ്പൺ 3 ആയിരിക്കും ആൻസർ വരുന്നത്. ഈ രീതിയിലായിരിക്കും അവിടെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ √x² - 4. √x² - 4 നമ്മൾ കൊടുക്കുന്നത് റൂട്ടിൻ്റെ അകത്താണ് x² - 4 വരുന്നത്. റൂട്ടിൻ്റെ അകത്താണ് x² - 4 വരുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് SQRT റൂട്ടിൻ്റെ അകത്താണ് x² - 4 വരുന്നത്. അപ്പോൾ SQRTയുടെ അകത്താണ് x² - 4 കൊടുക്കേണ്ടത്. ഓക്കെ, കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് കിട്ടും. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ വെച്ച് തന്നെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പെർപെൻഡിക്കുലർ ലൈൻ വെക്കുമ്പോൾ -8 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ ഗ്രാഫ് ഇങ്ങനെ ബ്രൗൺ കളർ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്, ഇവിടെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. -9 വെക്കുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുമ്പോൾ -9 മൊബൈലിൽ വരും, -8 വരും, ഇവരെല്ലാവരും വരും. ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ -1 വെക്കുന്ന ലൈൻ ഒരിക്കലും ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ -1 ഡൊമെയിനിൽ വരില്ല എന്ന് പറയുമ്പോൾ ഈ ഇടയ്ക്കുള്ള ആൾക്കാർ ആരും ഡൊമെയിനിൽ വരില്ല. പിന്നെ ഇവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? -∞ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -2 യൂണിയൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 2 to ∞. ഇതായിരിക്കും ഇവിടുത്തെ ഡൊമെയിൻ വരുന്നത്. -∞ to -2 യൂണിയൻ 2 to ∞. ഇനി റേഞ്ച് വരുന്നത് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ y ആക്സിസിൽ പെർപെൻഡിക്കുലർ ലൈൻ വെച്ചാൽ
-1 പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല, -2 എവിടെ തൊട്ടേ ഉള്ളൂ 0 മുതൽ അങ്ങ് മേളിലേക്ക് ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ∞. അതാണ് ഇവിടെ റേഞ്ച് ആയിട്ട് വരുന്നത്. എന്താ റേഞ്ച് വരുന്നത്? റേഞ്ച് ആയിട്ട് വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ∞. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ √1 - x. റൂട്ടിൻ്റെ അകത്ത് SQRTക്ക് അകത്താണ് 1 - x വരുന്നത്. അപ്പം ഇതാണ് ഫങ്ഷൻ. ഇവിടെ ഡൊമെയിൻ വരുന്നത് -∞ മുതൽ 1 വരെയാണ് ഡൊമെയിനിൽ വരുന്നത്. -∞ മുതൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 1 വരെ. അവിടെ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുള്ളൂ, ഇങ്ങോട്ടേക്ക് വരുന്നില്ല. -∞ മുതൽ 1 വരെ. അതുപോലെ റേഞ്ച് വരുന്നത് 0 മുതൽ അങ്ങ് മേൽ വരെ. 0 മുതൽ അങ്ങോട്ടേക്കല്ലേ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നത്, 1 മുതലല്ല കേട്ടോ. 1 മുതൽ കിടക്കുമ്പോൾ നമ്മളങ്ങനെ വിചാരിക്കും. അപ്പം അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലൈൻ വെച്ച് തന്നെ നോക്കാം. 0 മുതൽ മേളിലേക്കാണ് ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കയറി പോകുന്നുണ്ട്. അപ്പം 0 മുതൽ ∞ വരെയാണ് റേഞ്ച് വരുന്നത്. ഡൊമൈൻ വരുന്നത് -∞ to 1 വരെ. -∞ to 1 വരെ റേഞ്ച് വരുന്നത് 0 to ∞ വരെ. അപ്പോൾ അതാണ് ആ 4 ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ഏതോ ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനല്ല നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വരച്ചിരിക്കുന്ന ഗ്രാഫിന് ഇതുപോലൊരു ഫംഗ്ഷനുണ്ട്. ആ ഫംഗ്ഷൻ എഴുതാനായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫിഗർ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ്റെ പേര് പീസ് വൈസ് ഫംഗ്ഷൻ എന്നാണ്. ഈ പീസ് വൈസ് ഫംഗ്ഷൻ ഇതിൻ്റെ ഗ്രാഫ് വേറെ ഏതോ ആണ്. ഈ പീസ് വൈസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത, ഇതിൻ്റെ സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് 2 എന്ന് പറയുന്ന പോയിന്റിലാണ്. 2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു ഫംഗ്ഷനും 2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ഫംഗ്ഷനും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതായത് അതുപോലെ ഈ ഫിഗറിൽ സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് എവിടെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് 1 എന്ന് പറയുന്ന പോയിന്റാണ്. നമ്മൾ എക്സ് ആക്സിസിലാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എക്സ് ആക്സിസിൽ നോക്കുമ്പം ഈ 1 എന്ന് പറയുന്ന പോയിന്റിലാണ് ഗ്രാഫിൻ്റെ ഷേപ്പ് മാറിയിരിക്കുന്നത്. 1ൻ്റെ ഇടത്തേക്ക് ഒരു ഷേപ്പും 1ൻ്റെ വലത്തേക്ക് മറ്റൊരു ഷേപ്പുമാണ്. 1ൻ്റെ ഇടത്തേക്ക് U ഷേപ്പാണ്, 1ൻ്റെ വലത്തേക്ക് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് പറഞ്ഞിരുന്നു U ഷേപ്പ് എന്ന് പറയുന്നത് ആരാ? x² ആണ്. അപ്പം x² എന്ന് പറയുന്നത്, ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം, x² എന്ന് പറയുന്നതാണ് U ഷേപ്ഡ് ഗ്രാഫ്. x² ആണ് നമ്മുടെ U ഷേപ്ഡ് ഗ്രാഫ്. അപ്പോൾ ഇതാണ് x². ഇനി x² 0യിൽ നിന്ന് മുകളിലേക്കാണ് x² വരുന്നത്. പക്ഷേ ഇവിടെ 1ൽ നിന്ന് മുകളിലേക്കാണ് x² എങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താ വരുന്നത്? x² + 1 ഇത് നമ്മൾ പറഞ്ഞു. അപ്പോൾ x² + 1 ആണ് ഇടത്തെ സൈഡിലേക്ക് പോയിരിക്കുന്ന ഗ്രാഫ്. അപ്പോൾ 1ൻ്റെ ഇടത്തെ സൈഡിലേക്ക് പോയിരിക്കുന്ന ഗ്രാഫ് x² + 1ഉം 1ൻ്റെ വലത്തെ സൈഡിലേക്ക് പോയിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഫ്ലോർ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഇവിടെ ഒരു സ്റ്റെപ്പ്, പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ്, പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ്, പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ്, അങ്ങനെയാണ് ഫ്ലോർ ഫംഗ്ഷൻ പോകുന്നത്. ഇവിടെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്, പിന്നെ അടുത്തടുത്തുള്ള സ്റ്റെപ്സ്. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ സ്റ്റെപ്പ് വരേണ്ടടുത്ത് തൊട്ട് മേളിലാണ് സ്റ്റെപ്പ് വന്നിരിക്കുന്നത്, ഇവിടെ സ്റ്റെപ്പ് വരേണ്ടടുത്ത് തൊട്ട് മേളിലാണ് സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒന്ന് മേളിലേക്കാണ് സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. നമുക്കറിയാം x²ൻ്റെ കേസിൽ ഒന്ന് മേളിലേക്ക് പോയപ്പോൾ x² + 1 ആയെങ്കിൽ ഫ്ലോറിൻ്റെ കേസിൽ ഒന്ന് മേളിലേക്ക് പോകുമ്പോൾ എന്താവും? ഫ്ലോർ x + 1 ആകും. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് f(x) = സെറ്റ്. ഇവിടെ സ്പ്ലിറ്റ് വരുന്നത് 1ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കുമാണ് ഇതിൻ്റെ ഷേപ്പ് മാറിയിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇവിടെ 2ന് പകരം സ്പ്ലിറ്റ് എവിടെ 1ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൽ ഒരു ഷേപ്പ്, എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ ഒരു ഷേപ്പ്, അങ്ങനെ എഴുതാം. 1ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് x² + 1 ആണ് വന്നിരിക്കുന്നത്. 1ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഫ്ലോർ എക്സ് +1 ആണ് വന്നിരിക്കുന്നത്. ഈ ഫ്ലോർ എക്സ് +1 എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ സെയിൽ ഫംഗ്ഷൻ തന്നെയാണിത്. 1ൽ ഇവിടെ ഒരു വര, തൊട്ട് അടുത്ത വര എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി സെയിൽ ഫംഗ്ഷനായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇൻ ടേംസ് ഓഫ് ഫ്ലോർ പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഇതിൻ്റെ കമാൻഡ് ഇതെങ്ങനെ വരയ്ക്കണം എന്നുള്ള കമാൻഡാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ x², എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ 2x + 1. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിരുന്ന ഫംഗ്ഷൻ ഒന്നുകൂടെ എഴുതാം. f(x) = x² + 1 if x less than or equal to 1 and floor x + 1 if x greater than 1. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെ കൊടുക്കും? ഇത് വായിക്കുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ x² + 1, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഫ്ലോർ എക്സ് +1 എന്നാണ് നമ്മൾ വായിക്കുന്നത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഇതും, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഇതും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ കൊടുക്കും? ഇഫ് ക്യാപിറ്റൽ F, ഇഫ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ എന്ന് പറയുന്നതിന് കോമ വരും. ആകുമ്പോൾ x² + 1 എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്തെന്നാണ് പറഞ്ഞത്? ഫ്ലോർ എക്സ് +1 എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, എൻ്റർ ചെയ്യാം. ഫിഗറിൽ എക്സാക്ട് പടമാണ് നമുക്ക് കിട്ടിയത്. ഫിഗറിൽ അതേ പടം നമുക്ക് കിട്ടി. കണ്ടോ, 1ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് x² + 1, 1ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഫ്ലോർ എക്സ് +1. ഇതാണ് ഈ ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. ഈഫ് കൊടുത്ത് വേണം നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട്. ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെയും സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് 1ലാണ്. 1ൻ്റെ അടുത്തേക്ക് x² - 1ഉം 1ൻ്റെ വലത്തേക്ക് വന്നിരിക്കുന്നത് ഇതേതാ? ഫ്ലോർ ഫംഗ്ഷൻ തന്നെയാണ്. 0 to 1ൽ ഫസ്റ്റ് ലൈൻ വന്ന പിന്നെ അടുത്ത ലൈൻ ഇത്, പിന്നെ അടുത്ത ലൈൻ ഇത്. അപ്പോൾ ഇത് ഫ്ലോർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാ ഫംഗ്ഷൻ വന്നിരിക്കുന്നത്? f(x) ഇവിടെ വന്നിരിക്കുന്നത് f(x) = ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ x² - 1ഉം എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഫ്ലോർ എക്സുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ നമുക്കൊന്ന് വരച്ച് നോക്കാം. കമാൻഡ് ഈഫ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ x² - 1ഉം എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഫ്ലോർ എക്സുമാണ് വന്നിരിക്കുന്നത്. കണ്ടോ, എക്സാക്ട്ലി നമുക്ക് ആ ഫിഗർ തന്നെ കിട്ടി. എക്സാക്ട്ലി ആ ഫിഗർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഈ ഫിഗർ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ.
ഇത് ഈ നമ്മുടെ സെറ്റിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് എവിടെയാണ്? അപ്പോൾ നമ്മൾ എപ്പോഴും എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് സ്പ്ലിറ്റ് നോക്കേണ്ടത്. ഇവിടെ സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് 0-യിലാണ്. 0യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പടവും 0യുടെ റൈറ്റ് സൈഡിലേക്ക് മറ്റൊരു പടവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ എഴുതാം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ഒരു പടവും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മറ്റൊരു പടം. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0-യിൽ ഫംഗ്ഷൻ ഏതാ? യു ഷേപ്പ് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ -2 മുകളിലേക്കല്ലേ? അപ്പം എക്സ് സ്ക്വയർ -2 ആണ് ഈ പടം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇത് 0, 1 ഫ്ലോർ ഫംഗ്ഷനാണ്. മുകളിൽ നിന്ന് തുടങ്ങുമ്പോൾ അത് സീൽ ഫംഗ്ഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇതിനെ ഫ്ലോർ ഫംഗ്ഷൻ +1 എന്നുള്ള രീതിയിലും വിളിക്കാം. ഇതാണ് ഫ്ലോർ ഫംഗ്ഷൻ. അതിനൊന്ന് കയറുമ്പോൾ ഫ്ലോർ ഫംഗ്ഷൻ +1 എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാം. സീൽ ഫംഗ്ഷൻ തന്നെയാണിത്. ഫ്ലോർ ഫംഗ്ഷൻ +1 എന്നുള്ള രീതിയിൽ വിളിക്കാം. ഇത് സീൽ ഫംഗ്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഫ്ലോർ ഫംഗ്ഷൻ +1 എന്നുള്ള രീതിയിൽ നമുക്കിതിനെ വിളിക്കാൻ പറ്റും. ഓക്കെ, സീലായത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വരച്ച് നോക്കാം. എക്സ് സ്ക്വയർ -2 ഓക്കെ. ഇവിടെ ഈഫ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് സ്ക്വയർ -2ഉം എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫ്ലോർ എക്സും തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിഗർ വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പം ഇങ്ങനെ നമുക്ക് 3 ഫംഗ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ മോഡൽ എക്സാമിന് വന്നത്. പബ്ലിക് എക്സാമിന് ഇതുപോലെ പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ആയി. ആദ്യം 4 ക്വസ്റ്റ്യൻസിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാനായിരുന്നു. പിന്നെ ഇതുപോലൊരു ഫംഗ്ഷൻ വന്നിട്ട് അതിൻ്റെ പീസ് വൈസ് ഫംഗ്ഷൻ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടായിരുന്നു ഇവിടെ. പീസ് വൈസ് ഫംഗ്ഷൻ ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടായിരുന്നു ഇവിടെ ചോദിച്ചിരുന്നത്.